ചാനൽ. ഞങ്ങൾ വയനാട്ടിലുള്ളത് ഇപ്പോൾ ഒരു അടിപൊളി ഫുഡിൻ്റെ സ്പോട്ട് ട്രൈ ചെയ്യാൻ വന്നേക്കാണ്. വയനാട്ടിൽ മോറിക്കാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഹോട്ടലാണ്. അവിടെ നല്ല പോത്തുംകാല് കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞു നമ്മൾ വയനാട്ടിലാണെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നേ. അപ്പോൾ അതാ ശരി എന്ന് എന്തായാലും വന്നാൽ ഇവിടെ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ചേച്ചി അത് ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഭയങ്കര ടേസ്റ്റാണ് മോളെ, ഒന്ന് കഴിച്ചിട്ട് പോകുന്നൊക്കെ പറഞ്ഞു. നമുക്കൊന്ന് വേഗം അവരുടെ കിച്ചണിലേക്ക് പോയി നോക്കാം എങ്ങനെയാണ് അവരുടെ പ്രിപ്പറേഷൻ എന്നൊക്കെ. വാ, ഇതാണ് കേട്ടോ അവരുടെ ഷോപ്പ്. നല്ല തിരക്കായിരിക്കും. നേരത്തെ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യണമെന്നൊക്കെ പറയുന്നത്. പോത്തുംകാല് ഇവരുടെ മെയിൻ ഐറ്റമാണ് പോത്തുംകാല്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിച്ചണിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഇതാണ് ഇവരുടെ കിച്ചൺ. ഹായ് ചേച്ചി, വാ, ഇതാണ് നമ്മുടെ ചേച്ചി. ചേച്ചിയുടെ പേരെന്താ? ഫാത്തിമ. ഇതാണ് ഫാത്തിമ ചേച്ചി. ഫാത്തിമ ചേച്ചിയുടെ വീടാണോ ഇത്? ഇതിപ്പോൾ എത്ര നാളായി ചേച്ചി? 4 വർഷമായി. നിങ്ങളുടെ ഐറ്റം ആണോ ഈ പോത്തുംകാല് എന്ന് പറയുന്നത്? ആണോ? ചേച്ചിയുടെ ഐറ്റം ആണ്. നിങ്ങൾ 3 പേരും മക്കളുടെയും കൂടെ ഐറ്റമാണ് പോത്തുംകാല്. നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ പോവാന്ന്. ഞങ്ങളൊന്ന് കാണിച്ചു തരുമോ എങ്ങനെയൊക്കെ? ഞങ്ങൾ കുറേ കേട്ടു പോത്തുംകാല്. അങ്ങനെയൊന്നുമില്ല, നമ്മളിത് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ നമ്മൾ അന്വേഷിച്ച് വരുന്നത്. അതാണ് അതിൻ്റെ കാര്യം. വാ, നമുക്കൊന്ന് നോക്കിയാലോ ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ഇത് കണ്ടോ, നമ്മൾ ചെറിയൊരു സ്പേസ് ആണെങ്കിലും അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇടുക എന്ന് പറയുന്നതാണ്. നമ്മൾ വലിയ കിച്ചണിലൊന്നും അല്ല കാര്യം, ആ ഉള്ള സ്പേസ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും വേണ്ട കാര്യം. ഇതാണ് നമ്മൾ ഫാത്തിമ ചേച്ചി നേരത്തെ തന്നെ വന്നപ്പം കാണിച്ചു തന്നായിരുന്നു. അവിടെ പോത്തുംകാല് കിടക്കുന്നത് കണ്ടോ അടിപൊളി സ്മെല്ലും. ചേച്ചി ഇതിങ്ങനെ ഡെയിലി നമ്മൾ എങ്ങനെയാ അത് ഓർഡർ അനുസരിച്ചിട്ടാണോ ചെയ്യുന്നത്? അതോ ആദ്യമൊക്കെ ഓർഡർ അനുസരിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ കൂടുതൽ ആള് വരുത്തി തുടങ്ങിയപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കും. അതെ അല്ലേ. ഇത് എന്തൊക്കെയാ ചേച്ചി നമ്മള് ഇൻഗ്രീഡിയൻസ് സീക്രട്ട് ആയിരിക്കും അല്ലേ നിങ്ങളുടെ? അത് വേണ്ട, കുഴപ്പമില്ല. പക്ഷെ വേവിക്കുമ്പോഴും നമ്മൾ മണം അടിച്ചിട്ടിരിക്കുന്ന കുഴപ്പമില്ല, അടച്ചു വെച്ചോ. അത് ചെയ്യേണ്ട പോലെ ചെയ്തു. പക്ഷെ നമ്മളിതിങ്ങനെ കേട്ടപ്പോൾ ഉണ്ടല്ലോ, എന്തായാലും ഞാൻ ഇങ്ങനെ വീഡിയോസ് കണ്ടു ചേച്ചി, കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ചേച്ചി തന്നെ പറഞ്ഞല്ലോ നമ്മളും വീഡിയോസ് ചെയ്യുമ്പോഴാണ് ഇവർക്കും കൂടുതൽ എൻക്വയറീസ് വരുന്നത്. അത് നമ്മളങ്ങനെ കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ഇപ്പോൾ കുറേ ഇങ്ങനെ സ്പോർട്സ് ഫുഡിൻ്റെ ഉണ്ടല്ലോ. ചേച്ചി കാണാറുണ്ടോ അങ്ങനെ ഫുഡിൻ്റെയൊക്കെ? ഇല്ല, ഞങ്ങൾക്ക് അതിനൊന്നും സമയം കിട്ടില്ല. ഇവിടെ വേറെ ഇതല്ലാതെ വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? പൊടിയുണ്ട്. അത് ശരി. ഊണായിട്ടാണോ കൊടുക്കുന്നത്? പിന്നെ രാവിലെ കാപ്പിയുണ്ടോ? രാവിലെ തൊട്ടിട്ട് ചായ കടികളൊക്കെ ഉണ്ട്. എത്ര മണിക്ക് എണീക്കും? എണീക്കൽ 5:30 മണിക്കൊക്കെ എണീക്കും. എല്ലാവരും? അത് ശരി. എന്നിട്ട് എല്ലാവരും കൂടും, ഹെൽപ്പ് ചെയ്യും അല്ലേ? നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി. രാത്രി ഉണ്ടോ? രാത്രി 9 മണി വരെ. 9 മണി. അപ്പൊ രാത്രിയിലത്തെ ഫുഡ് നമ്മൾ കൊടുക്കണ്ട. രാത്രി എന്താ കൊടുക്കുക? രാത്രി എന്തെങ്കിലും ചപ്പാത്തിയോ പൊറാട്ടയോ. അതെ, ഫുൾ ടൈം കിച്ചണിലാണ്. അപ്പോൾ ഒരു ഹാർഡ് വർക്ക്. രാവിലെ 5:30 തുടങ്ങിയാലുള്ള ഒരു പണി നമ്മൾ ആലോചിച്ച് നോക്കും. നമ്മളെ വീട്ടിൽ തന്നെ ചെയ്യുമ്പോഴേക്കും മടുക്കും. ഒരു 2 പേര് 3 പേര് വെച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ആവശ്യതയാവും. ഹാറ്റ്സ് ഓഫ്, അടിപൊളി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ അയിമക്കുട്ടി. പെണ്ണിന് കൈ കടിക്കണോ? അങ്ങനെ ചെയ്യല്ലേ, വിശക്കുന്നുണ്ടോ? അയിമക്കുട്ടിയാണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ ബേബി അല്ലേ? അയിമക്കുട്ടിയല്ലേ ഏറ്റവും ചെറിയ ബേബി? ആ, ബ്രദറാണോ? നമ്മളൊരു 11 എത്ര മണിക്ക് ഇത് തുടങ്ങും? രാവിലെ 10 മണി തൊട്ടിട്ട് 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പോത്തുംകാല് നമ്മൾ റെഡിയായി തുടങ്ങും. അപ്പം അത് ചെയ്യുന്നത് ഇന്നലെ വൈകിട്ട് അവരെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കും അല്ലേ? അടുപ്പത്ത് വെക്കും. അപ്പൊ അതിന്റെ ടേസ്റ്റ് ആ ഒരു രാത്രി മൊത്തം ഇരുന്ന് കേറും. ഇത് അടുത്ത സെറ്റ് കൊണ്ടുവന്നേക്കുന്ന നമ്മുടെ പോത്തുംകാല് കണ്ടോ. ഇതിനി എപ്പോ ഇത് കഴിഞ്ഞിട്ട് വെക്കുള്ളൂ? കഴിയൂല, അതിന് മുന്നേ വെക്കും. ഓ അത് ശരി. ഓക്കെ. കണ്ട പോത്തുംകാല് കണ്ട. ഇവരുടെ തറവാടാന്ന് പറഞ്ഞേ കാണിച്ചു. അയ്യോ, കരയാൻ പോവാണോ? ഇത് ഇവരുടെ തറവാടാട്ടോ. നോക്ക്, അതെ അവിടെ ഒരാൾ ഒളിഞ്ഞു നോക്കുന്നു. എന്ത് രസമാണ് നോക്കിക്കേ. ഇവിടെ വീട്,
ദേ ഇത് കട. ഞങ്ങളെന്തോ സ്വന്തം വീടെന്നുള്ള രീതിയിലേക്ക് ഇറങ്ങിപ്പോ. ഇത് നമ്മുടെ വീടാണോ കമ്മു? അല്ല, അല്ല, ചേച്ചിമാരുടെ വീടല്ലേ. എന്ത് നല്ല വീടല്ലേ, പഴയ ടൈപ്പ് വീട്. മുസ്ലിംസിന്റെ എന്തൊക്കെയോ ഫ്രൂട്ട്സ് ഉണ്ട് അവിടെ. ഒരു സൈസ് ഇതെന്ത് ഫ്രൂട്ടാ ചേച്ചി? നമ്മുടെ കറി വെക്കണ കുമ്പളങ്ങയോ? ഇല്ല, കുമ്പളങ്ങ ഇങ്ങനെയല്ലല്ലോ ഇരിക്കുന്നേ. കുട്ടിക്കുമ്പളങ്ങ. നമ്മളുടെ പോത്തുങ്കാല് ദേ അടുപ്പിലെ ചെമ്പിലിരുന്ന് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിനകത്ത് എന്താണെന്നറിയോ? പോത്തിന്റെ കാല്. പാവം പോത്ത്. പാവം പോട്ട്. പക്ഷെ കഴിക്കുമ്പോ ഇതൊന്നും ഇങ്ങനെ പാവം കഴിക്കണില്ല. കഴിക്കാനല്ലേ നമ്മൾ വന്നത്. നമ്മ കഴിച്ചിട്ട് ടേസ്റ്റ് പറയാനുള്ള എന്ത് സ്മെല്ല് ഞാൻ പറഞ്ഞില്ലേ. ഈ കിച്ചൺ മൊത്തം ഇതിൻ്റെ സ്മെല്ലാണ്. റെഡി ആവാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങളത് കഴിക്കാനായിട്ട്. കുറേ പേര് ഇത് വന്ന് കഴിച്ചിട്ടും പറഞ്ഞിട്ടും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ ഞങ്ങളും ഇതിങ്ങനെ ഓരോ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഫുഡ്. എനിക്കും ഏട്ടനും ഞങ്ങളുടെ ഫാമിലിക്ക് ഫുള്ള് ഫുഡ് കഴിക്കാനും ടേസ്റ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചിട്ടേ പോകുള്ളൂ എന്ന് വിചാരിച്ച് വന്നതാണ്. വെയിറ്റിംഗ് ഫോർ ദ പോത്തുങ്കാൽ. ഈ കുക്കറിൽ ബീഫ് വരട്ടിനുള്ളത് വെച്ചിരിക്കുന്നതാണ്. ഓൾറെഡി ഗ്യാസ് ഓൺ ചെയ്തു. ഇച്ചിരി കൂടെ നേരത്തെ വരണമായിരുന്നു. ക്യാമറ. സവോള, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവ, ഉപ്പ്, ഇത്രയല്ലേ ഇട്ടത്? കുരുമുളക് പൊടി കൂടി ഇട്ടിട്ട് വിസിലടിച്ച്. ഇത് ആക്ച്വലി അടുപ്പിലാണ് വെക്കുന്നതെന്ന് അവർ പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് ഓർഡർ വന്നതുകൊണ്ട് ഒരു 2 വിസിൽ കുക്കറിൽ വെച്ചിട്ട് പിന്നെ വഴട്ടിയെടുക്കും അല്ലേ. ഒരാൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നടക്കുന്നുണ്ട്. ശുണ്ടറനാണല്ലോ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നല്ല ശുണ്ടര കുട്ടനായിട്ട് നടക്കുവാണല്ലോ. മണത്ത് നോക്കാൻ പാടില്ല എന്നാ ഫുഡ്. അല്ല അങ്ങനെയല്ലേ ടേസ്റ്റ്. ചാറൊക്കെ നോക്കിക്കേ എൻ്റെ അക്കേ. പോത്തിന്റെ ആളാണ് ഈ നിൽക്കുന്ന. ബീഫിന്റെ മെയിൻ ആളാ. കണ്ടോ പോത്തുങ്കാല് കണ്ടോ? ഇതാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കാം. പോത്തുങ്കാല് റെഡി. അറ്റാക്ക്. ഇനി ഫുൾ അറ്റാക്ക്. ഇതിന് കൂടെയാണ് പത്തിരി, പൊറോട്ടയും കൂടെ അല്ലേ. ഗീ റൈസ്. ഗീ ഫുള്ളായി ഇപ്പൊ നമ്മള്. നല്ല ചൂട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ചാറില് മുക്കി ചേച്ചി പറഞ്ഞ കുരുമുളക് ചൂടോടെ കഴിക്കണം. ആ ചേച്ചി പറഞ്ഞു ആ ചെമ്പീന്ന് എടുത്ത് അപ്പം തന്നെ നമുക്ക് തന്നതാ. കുരുമുളകിൻ്റെ അത് ഇത് ഇന്നലെ അവർ ഇട്ടിരിക്കണം വൈകുന്നേരം. അതുകൊണ്ട് അതിൻ്റെ ആ ടേസ്റ്റ് ഫുള്ളല്ലേട്ടാ ശരിക്കും പിടിച്ചിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇവിടെ ഒന്ന് വന്നാൽ നിങ്ങൾ വയനാട് വഴി പോകുന്നുണ്ടെങ്കിൽ മോറിക്കാപ്പി വന്ന് നമ്മുടെ ഇവരുടെ ഈ ഫാത്തിമ ചേച്ചിയുടെ പോത്തുങ്കാലൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എൻ്റെ ഡയറ്റീഷ്യൻ ഇതൊന്നും കാണണ്ട. ഫാത്തിമ ചേച്ചി അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് കഴിക്കാൻ കുറച്ച് പേർക്ക് നോയമ്പാണ്. അപ്പം ഞാനും ഏട്ടനും അമ്മയും മാത്രമേ കഴിച്ചുള്ളൂ. നല്ല ടേസ്റ്റ് ആയിരുന്നു. കമ്മണിക്കുട്ടിയും കഴിച്ചു. താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് പേര് വന്ന് ചേച്ചിയുടെ ഫാത്തിമ ചേച്ചിയുടെ പോത്തുങ്കാലൊക്കെ ട്രൈ ചെയ്യുക. വയനാട് വഴി പോകുമ്പം ഇത് ശരിക്കും മോറിക്കാപ്പ് എന്ന് പറയുന്ന ഈ സ്ഥലത്തിൻ്റെ പേരല്ലേ ചേച്ചി? ഓക്കെ. അപ്പം ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ ഷോപ്പിനും നെയിമും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ കൊടുത്തേക്കാം. താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് വന്ന് ഫാത്തിമ ചേച്ചിയുടെ എല്ലാ ഫുഡും, ഇത് മാത്രമല്ല എല്ലാ ഫുഡും ട്രൈ ചെയ്യട്ടെ. നല്ല വർഷമായിരിക്കട്ടെ ന്യൂ ഇയർ കേട്ടോ. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് വന്നതിനും ഇത് കാണിച്ചൊക്കെ തന്നതിനും ഒക്കെ ഒത്തിരി താങ്ക്സ് കേട്ടോ. അടിപൊളി, മസ്റ്റ് ട്രൈ ആണ്.
അല്ലേ? അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം നമ്മൾ ഇനി വീഡിയോ എടുത്തുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റില്ല. നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് അത് കഴിക്കാൻ വന്നത്, അല്ലേ ഏട്ടാ? അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. ചാറ്റാ ബൈ. നമ്മൾ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.